मेरे प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. बच्चों आप ठीक है ना? എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്? ഹം പഞ്ചി ഉൻമുക്ത് ഗഗൻ കെ. അല്ലേ, ഹം പഞ്ചി ഉൻമുക്ത് ഗഗൻ കെ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഒന്ന് കമന്റ് ചെയ്തേ. ഹം അല്ലെ, അതായത് വി ആർ ദ ബേർഡ്സ് അല്ലെ, ബേർഡ്സ് ഓഫ് ഫ്രീ സ്കൈ അല്ലെ. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു പക്ഷിയെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ്. റെഡി അല്ലേ? ശിവമംഗൾ സിംഹിന്റേതാണ് ഇത് അല്ലെ. ശിവമംഗൾ സിംഹ് സുമന്റേതാണ് നമുക്ക് ഈ പാഠഭാഗം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, ഒരു പക്ഷിയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. മനോഹരമായിട്ടുള്ള ഒരു ബേർഡിനെ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ചിടിയ എന്നൊക്കെ പറയാറുണ്ട് പക്ഷിക്ക്. അപ്പൊ ഒരു പക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗമാണുള്ളത്. അപ്പൊ നമുക്ക് ആ ചോദ്യം നോക്കാം. എന്താണ് വളരെ പ്രധാനപ്പെട്ടുള്ള ആ ചോദ്യം നോക്കാം. ഹർ തരഹി സുഖ സുവിധായേം പാക്കർ ബി പക്ഷി പിഞ്ചരെ മേ ബന്ദ് ക്യോം നഹി രഹ്ന ചാഹത്തെ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഹർ തരഹി, എല്ലാ തരത്തിലുള്ള, ഹർ തരഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാ തരത്തിലുള്ള, ഹർ എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെ, ഓൾ അല്ലെ, നമുക്ക് പറയാം എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എന്തുണ്ട്? സുഖ സുവിധായെ അല്ലെ, സുഖ സൗകര്യങ്ങളുണ്ട് അല്ലെ, സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എന്താ അവിടെ പറഞ്ഞേ? പാക്കർ ബി പക്ഷി പിഞ്ചരേമേ അല്ലെ. പിഞ്ചരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടാണ് അല്ലെ, ഗോസലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് പക്ഷിക്കൂട്, അതായത് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ കൂടി ഉണ്ട് എവിടെ? കൂട്ടില്, പക്ഷിക്കൂട്ടില്. എന്നിട്ട് ബന്ദ് ക്യോ നഹി രഹ്ന ചാത്തെ, കൂടിനകത്ത് ഇരിക്കാൻ പക്ഷി എന്തല്ല, എന്തുകൊണ്ടാണ് നെഹി ചാഹത്തെ ആഗ്രഹിക്കാത്തത്? അതായത് ഒരു പക്ഷിക്കൂട്, അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പക്ഷിക്കൂട് ഉണ്ട്, അതിൽ നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള തത്തയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തത്ത എന്ത് ചെയ്യാ? ആ തത്തക്ക് നമുക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, എല്ലാം നമുക്ക് കൊടുക്കാം. പക്ഷിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ആ കൂട്ടിലടക്കം നമ്മൾ വെച്ചിട്ടുള്ള ആ പക്ഷിക്ക് നമ്മൾ കൊടുക്കും. പക്ഷെ ആ പക്ഷിക്ക് ആ കൂട്ടിൽ നിൽക്കൽ ആഗ്രഹമുണ്ടോ? ഇല്ല, ഒരിക്കലും ആ പക്ഷി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ പക്ഷിക്ക് ഏറ്റവും ലളിതമായിട്ട് ആ പക്ഷിയെ കുറിച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ യഥാസമയം ഭക്ഷണം കിട്ടും, യഥാസമയം വെള്ളം കിട്ടും. അതുകൊണ്ടൊക്കെ ആ പക്ഷി എന്താണ്? വളരെ സന്തോഷവാനാണ്. പക്ഷെ എന്താണ്? ആ പക്ഷിക്ക് ആ കൂട്ടിലിരിക്കാൻ ആഗ്രഹമില്ല. ക്യോം, എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ആ പാഠഭാഗം നമ്മുടെ മനസ്സിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ അതിന് ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമുക്ക് പറയാം. ഹർ തരഹി സുഖ സുവിധായേം പാക്കർ ബി പക്ഷി പിഞ്ചരേമേ ബന്ദ്. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഉണ്ടായിട്ട് പോലും പക്ഷി പിഞ്ചരേമേ ബന്ദിലെ, പക്ഷി കൂടിൽ നിൽക്കുന്നത് എന്താണ്? ഇസ്ലിയെ രഹ്ന നഹി ചാത്തേ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലിയെ, ഇതുകൊണ്ട് പക്ഷിക്ക് എന്തില്ല? നഹി ചാത്തേ, പക്ഷിക്ക് ഇഷ്ടമില്ല, പക്ഷി ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന്? ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ഉനെ സ്വതന്ത്രത പസന്ത് ഹെ, ആ പക്ഷി എന്താഗ്രഹിക്കുന്നുണ്ട്? സ്വതന്ത്രത, ഇൻഡിപെൻഡന്റ് അല്ലെ, സ്വതന്ത്രത ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഇഷ്ടപ്പെടുന്നുണ്ട്. പസന്ത് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്, അഥവാ ഇഷ്ടമാണ്. അപ്പൊ ആ പക്ഷി കൂട്ടിൽ നിന്ന് യഥാസമയം ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ പക്ഷി എന്തുകൂടി ഇഷ്ടപ്പെടുന്നുണ്ട്? സ്വതന്ത്രത ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേ ബന്ധൻ അല്ലെ, വേ എന്താണ്? ബന്ധൻ മേ രഹ്ന നഹി ചാത്തേ അല്ലെ, ആ കൂട്ടിൽ അടച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നേ ഇല്ല. വേ ഖുലേ ആകാശ് മേ ആസാദി പൂർവക് ഉഡ്നാ ചാത്തേ ഹേ, അദ്ദേഹം ആ പക്ഷി എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഓപ്പൺ സ്കൈയിൽ, അഥവാ തുറന്ന ആകാശത്തിലെ, തുറന്നിട്ടിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള മുകളിൽ ആകാശത്ത് എന്താണ്? ഓപ്പൺ ആയിട്ടുള്ള ആ പ്രദേശത്ത്, ആ മുകൾ ഭാഗത്തിലൂടെ, ആകാശത്തിലൂടെ വളരെ സ്വതന്ത്രമായി പറക്കാനാണ് ഉഡ്നാ ചാത്തേ ഹേ അല്ലെ, ആസാദി പൂർവ്വ, സ്വതന്ത്രമായിട്ട് പറക്കാനാണ് ആഗ്രഹിക്കുന്നത്, പറക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ, പറക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ റൂമിൽ ഇങ്ങനെ ദിവസങ്ങളോളം അടച്ചിടുക, ഭക്ഷണവും വെള്ളമൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്, നിങ്ങൾ അത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അതേപോലെ തന്നെയാണ് പക്ഷിയും. പക്ഷിക്ക് എന്താണ്? ആ പക്ഷിയുടെ സ്വതന്ത്രത, അപ്പൊ സ്വതന്ത്രമായിരിക്കാൻ പക്ഷിയും ആരാണെങ്കിലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടായാൽ പോലും പക്ഷി എന്ത് ചെയ്യാത്തത്? ആ കൂട്ടിൽ ഇങ്ങനെ അടച്ചിട്ട് നിൽക്കാത്തത്, അതിനാഗ്രഹിക്കാത്തത് എന്നുള്ളതാണ്.
അപ്പം നമ്മുടെ ഈ പാഠഭാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണ് അല്ലെ. അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെ പാഠം തുടങ്ങുന്നത് തന്നെ ഹം പഞ്ചി ഉൻമുക്ത് ഗഗൻ കെ എന്ന് പറയുന്ന നമ്മുടെ പക്ഷിയുടെ ബന്ധനത്തെ കുറിച്ചൊക്കെ പറയുന്ന പാഠഭാഗമാണ്. വളരെ ഗംഭീരമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാ മക്കൾക്കും ഇത് മനസ്സിലായി, ഈ ഒരു പ്രവർത്തനം മനസ്സിലായി എന്ന് മാഷ് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അഗ്ലാ വീഡിയോ में अनुसार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.